ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എംബ്രോയ്ഡറി ക്ലാസ് ആണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേൺ സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്മേൽ കൂടെ ഒരു പീസും കൂടിയും ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റിച്ച് ബോർഡിന് ഞാനൊന്ന് ലെങ്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലല്ലേ നമുക്ക് എല്ലാ സ്റ്റിച്ചും കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ, എല്ലാം ഒരൊറ്റ ഇതിൽ വരുമ്പോൾ. അപ്പോൾ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോയിൻ ചെയ്ത ആ ഒരു പോർഷൻ വിട്ടിട്ട് ഞാൻ കുറച്ച് താഴെയായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മളൊരു താഴേന്ന് നീഡിൽ കുത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തിയ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിന് നേരെ മുകളിലായിട്ട് കുത്തുക. എന്നിട്ട് ഇതുപോലെ വലിച്ചിട്ട് ഒരു ത്രെഡിന് ഇങ്ങനെ വെക്കുക. അതിന് ആദ്യം കുത്തിയ പോയിന്റിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആ ഒരു ഫസ്റ്റത്തെ പോയിൻറ്റിൻ്റെ ഒപ്പത്തിന് തന്നെ വെച്ചിട്ട് കുത്തിയെടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് മുന്നിലോട്ട് വേണം കുത്താൻ. അപ്പം നമുക്ക് ഇങ്ങനെ പിടിക്കുന്നതാണ് കുറച്ചും കൂടി ഈസി കേട്ടോ കുത്താനായിട്ട്. എംബ്രോയ്ഡറി സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഒരു പോയിന്റിൽ ആ 3 സ്റ്റിച്ച് വന്ന് നിൽക്കുന്ന ആ ഒരു ജോയിൻറ്റ് പോയിന്റ് അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ മുകളിലോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ നടുക്കിലത്തെ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി താഴേക്ക് വരിക, ഓപ്പോസിറ്റ് ഇവിടേക്ക് കുത്തിയെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇതിനെ ബാക്കിലോട്ട് കൊണ്ടുവരിക, ഇവിടേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു 2 സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ സ്റ്റിച്ചാണ് നമ്മളിനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ ആ ഒരു 3ഉം കൂടി ആ ഒരു ജോയിൻറ്റ് പോർഷനിൽ നിന്നാണ് നമ്മൾ കുത്തി സൈഡിലോട്ട് എടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോഴാണ് നമുക്ക് ആ നടുക്കിലത്തെ ഒരു ലൈൻ കിട്ടുന്നത്. പിന്നെ താഴേന്ന് വീണ്ടും ഇതുപോലെ സൈഡിലോട്ടാക്കി കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്ലോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 3 സ്റ്റിച്ചും സ്ലോ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് കുത്തിയത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതല്ലെങ്കിൽ നമുക്ക് വീണാവിഷ്ട എന്നുള്ള പേരിലൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് DM ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഇനി കാണിക്കാം, കാരണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എംബ്രോയ്ഡറിയുടെ വീഡിയോസൊക്കെ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ വീഡിയോയ്ക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ത്രെഡ് അവിടെ കഴിഞ്ഞുകൊണ്ട് ഞാനത് കെട്ടിട്ട് കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കളർ ത്രെഡ് വെച്ചിട്ട് സെയിം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു എംബ്രോയ്ഡറിയുടെ സ്റ്റിച്ച് പഠിക്കാം. സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക്